ആകാശവാണി വാർത്താ വീക്ഷണം. കോങ്കോയിലെ ആഭ്യന്തര യുദ്ധം വൻകരയിൽ ഭീതി പടർത്തുന്നു. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ, തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. 3 പതിറ്റാണ്ടോളം വംശീയ സംഘർഷത്തിന്റെ വിളനിലമായി മാറിയ ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായി. M23 എന്നറിയപ്പെടുന്ന വിമതരുടെ നേതൃത്വത്തിലുള്ള സഖ്യം റുവാണ്ട അതിർത്തി പങ്കിടുന്ന കിഴക്കൻ കോങ്കോയിലെ തന്ത്രപ്രധാന മേഖലകൾ പിടിച്ചെടുത്തതോടെ രാജ്യം അതിസങ്കീർണമായ പ്രതിസന്ധികളെയാണ് നേരിടുന്നത്. രാജ്യത്തെ സായുധ സേനയും M23 വിമതരുടെ നേതൃത്വത്തിലുള്ള റിവർ അലയൻസും തമ്മിലുള്ള യുദ്ധം കോങ്കോയിലെ ജനജീവിതം താറുമാറാക്കി. കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തെയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെയും നേരിടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു. അത്യന്തം ഗുരുതരമായ സാഹചര്യം തുടരുന്നതിനിടെ മാനുഷിക പരിഗണനയുടെ പേരിൽ വിമത സഖ്യം താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നേരിയ ആശ്വാസം പകർന്നിട്ടുണ്ട്. ജനുവരി 26-നാണ് M23 വിമതസേന ഗോമയുടെ നിയന്ത്രണം പിടിച്ചെടുത്തത്. വിമത ഗ്രൂപ്പുകൾ ഗോമ പിടിച്ചെടുത്തതോടെ ലക്ഷക്കണക്കിനായ തദ്ദേശവാസികൾ ഇവിടെ നിന്ന് പലായനം ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗോമ സ്ഥിതി ചെയ്യുന്ന നോർത്ത് കിവു പ്രവിശ്യയിലെ ജനസംഖ്യയുടെ 1/3 സംഘർഷത്തിൽ കുടിയിറക്കപ്പെട്ടു കഴിഞ്ഞു. 2024 കിഴക്കൻ കോങ്കോയിൽ 3 ദശലക്ഷത്തിലധികം ആളുകൾ കുടിയിറക്കപ്പെട്ടതായി UN പറയുന്നു. ഗോമ വിമത സഖ്യം പിടിച്ചെടുത്തതിന് പിന്നാലെ റുവാണ്ടയ്ക്കും കോങ്കോയ്ക്കുമിടയിലെ അതിർത്തി അടച്ചിട്ടുണ്ട്. റുവാണ്ടയുടെ പിന്തുണയോടെയാണ് വിമതർ കിഴക്കൻ മേഖലയിൽ ആധിപത്യം നേടിയതെന്നാണ് കോങ്കോ സർക്കാർ ആരോപിക്കുന്നത്. റുവാണ്ടയുമായി ഇക്കാര്യത്തിലുള്ള കോങ്കോയുടെ തർക്കം പരിധി വിട്ടാൽ ആഫ്രിക്കയെ മറ്റൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക വൻകരയിൽ വർദ്ധിച്ചിട്ടുണ്ട്. 30 വർഷത്തോളമായി കോങ്കോയുടെ കിഴക്കൻ അതിർത്തി മേഖലയിൽ നിരന്തര സംഘർഷമാണ്. വിമതർക്ക് ആളും ആയുധവും നൽകുന്നത് റുവാണ്ടയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ പോൾ കഗാമയുടെ നേതൃത്വത്തിലാണെന്ന് കോങ്കോ ആരോപിക്കുന്നു. എന്തായാലും കിഴക്കൻ മേഖലയിലെ ധാതു സമ്പത്തിന്മേലുള്ള ആധിപത്യം, വംശീയ വിദ്വേഷം നിലനിർത്താനുള്ള നീക്കങ്ങൾ, അതിർത്തി മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നീ കാര്യങ്ങളിൽ റുവാണ്ട തന്ത്രപരമായ നീക്കമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത്. അതേസമയം മാനുഷിക പരിഗണന കണക്കിലെടുത്ത് ചൊവ്വാഴ്ച മുതലാണ് M23 നേതൃത്വം നൽകുന്ന വിമതർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഗോമ നഗരം പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയതിന് പിന്നാലെയാണ് റുവാണ്ടൻ പിന്തുണയുള്ള വിമത ഗ്രൂപ്പുകളുടെ വെടിനിർത്തൽ പ്രഖ്യാപനം. എന്നാൽ വിമത ഗ്രൂപ്പുകളുടെ വെടിനിർത്തലിനോട് കോങ്കോ സർക്കാർ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയിട്ടില്ല. ഗോമ ഉൾപ്പെടെയുള്ള പ്രവിശ്യകളുടെ നിയന്ത്രണം തിരികെ പിടിക്കാനുള്ള നീക്കത്തിലാണ് കോങ്കോ സൈന്യമെന്നും റിപ്പോർട്ടുണ്ട്. കോങ്കോയുടെ കിഴക്കൻ പ്രവിശ്യയായ ഗോമ പൂർണ്ണമായും വിമതരുടെ നിയന്ത്രണത്തിലാണ്. ഇവിടെ ആഭ്യന്തര യുദ്ധത്തിൽ 900 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് UN ഏജൻസി വ്യക്തമാക്കിയത്. യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലാണെന്നാണ് വിവരം. കിഴക്കൻ അതിർത്തിയിൽ വിമത നീക്കം ശക്തിപ്പെട്ടതിന് പിന്നാലെ കോങ്കോയുടെ തലസ്ഥാനത്ത് വ്യാപകമായി അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. കിൻഷാസിലെ വ്യാപാര കേന്ദ്രങ്ങൾക്ക് പ്രക്ഷോഭകാരികൾ തീയിട്ടതായും കൊള്ളയടിച്ചതായും റിപ്പോർട്ടുണ്ട്. തലസ്ഥാനത്തെ റുവാണ്ട, കെനിയ, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ എംബസികൾക്ക് നേരെയും ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന് നേരെയും പ്രക്ഷോഭകാരികൾ അക്രമം അഴിച്ചുവിട്ടു. M23 വിമതരെ ഉപയോഗിച്ച് രാജ്യത്തെ അട്ടിമറിക്കാനുള്ള റുവാണ്ടയുടെ നീക്കത്തെ പാശ്ചാത്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന പ്രക്ഷോഭകാരികൾ അക്രമം നടത്തിയത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളായ ഇറ്റൂരി, നോർത്ത് കിവു, സൗത്ത് കിവു പ്രവിശ്യകളിലെ ജനജീവിതം ദുരിതപൂർണമാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ കുറെ കാലമായി യുദ്ധമൊഴിഞ്ഞ ദിവസങ്ങളില്ല. ഇവിടെയുള്ള ജനങ്ങൾക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി സാധാരണ ജീവിതം നയിക്കാൻ പോലും കഴിയാറില്ല. ജനങ്ങൾക്കെതിരെ വിമത ഗ്രൂപ്പുകളും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ സൈന്യവും അതിക്രമങ്ങൾ അഴിച്ചുവിടുകയാണ്. തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടാതിരിക്കാൻ വിമത ഗ്രൂപ്പുകളും മറ്റ് സംഘങ്ങളും പരസ്പരം പോരടിക്കുന്നത് പതിവായി. ഗോമയിൽ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമായതിനു പിന്നാലെ അവശ്യ സാധനങ്ങൾക്ക് 20 മുതൽ 160% വരെ വർധനവുണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഗോമയിലേക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളുടെ 90%വും സമീപ പ്രവിശ്യകളിൽ നിന്നാണ് എത്തിച്ചിരുന്നത്. എന്നാൽ വിമത സൈന്യവുമായി യുദ്ധം രൂക്ഷമായതോടെ പ്രവിശ്യ അതിർത്തികൾ കോങ്കോ സൈന്യം പൂർണ്ണമായും അടച്ചു. ഗോമയിലെ 4.5 മില്യൺ കുട്ടികളും 3.7 മില്യൺ ഗർഭിണികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളും കടുത്ത പോഷകാഹാര പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യക്ഷാമത്തെയാണ് കോങ്കോ അഭിമുഖീകരിക്കുന്നത്. ഇതോടൊപ്പം ആഭ്യന്തരമായി പലായനം ചെയ്യുന്നവരുടെ എണ്ണവും അനുദിനം വർദ്ധിക്കുകയാണ്.
അതേസമയം കോങ്കോയിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ റുവാണ്ടയുടെ ഇടപെടലിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോങ്കോയിലെ വിമതരെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കൌൺസിൽ ആവശ്യപ്പെടുകയും ചെയ്തു. M23 പോലുള്ള വിമത സംഘത്തിന് സൈനിക പിന്തുണയും വൻതോതിൽ ആയുധവും നൽകുന്നതായാണ് ആക്ഷേപം. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ 2012 മുതൽ M23 വിമതർക്ക് റുവാണ്ട സൈനിക ആയുധ സഹായം നൽകിയിട്ടുണ്ടെന്നാണ് UN പറയുന്നത്. 5000-ഓളം റുവാണ്ടൻ സേന കോങ്കോ വിമതർക്ക് വേണ്ടി അതിർത്തി കടന്നെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. റുവാണ്ടൻ ഇടപെടലിനെതിരെ കോങ്കോ സർക്കാർ നിരന്തരം അന്താരാഷ്ട്ര വേദികളിൽ പ്രതിഷേധം അറിയിക്കാറുണ്ട്. അമേരിക്ക, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും റുവാണ്ടയുടെ നടപടിയെ അപലപിച്ച് രംഗത്തു വന്നിട്ടുണ്ട്. എന്നാൽ UN ആരോപിക്കും പോലെ കോങ്കോ വിമതരെ തങ്ങൾ പിന്തുണയ്ക്കില്ലെന്നാണ് റുവാണ്ടയുടെ വിശദീകരണം. അതേസമയം തങ്ങളുടെ അതിർത്തി മേഖലയിൽ ഉൾപ്പെടെ കോങ്കോ സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നും റുവാണ്ട പറയുന്നു. 1944 വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുത്ത സായുധ ഗ്രൂപ്പിനെ കോങ്കോ പിന്തുണയ്ക്കുന്നതായും റുവാണ്ട ആരോപിക്കുന്നു. കിഴക്കൻ മേഖലയിലെ വംശീയ പോരാട്ടങ്ങൾ ഇല്ലാതാക്കാനായി 2009 മാർച്ച് 23 ഒപ്പുവെച്ച സമാധാന കരാറിന് ശേഷമാണ് M23 എന്ന പേരിൽ വിമത നീക്കം ശക്തമായത്. 2012 ശേഷം M23 വിമതർ കിഴക്കൻ മേഖലയിൽ സ്വാധീനമുറപ്പിച്ചു. പിന്നീട് UN ഇടപെട്ട് കോങ്കോ സൈന്യത്തെ അഴിച്ചു പണിതതോടെ വിമതർ താൽക്കാലികമായി പിൻവാങ്ങിയെങ്കിലും വൈകാതെ വീണ്ടും ശക്തിപ്പെടുകയായിരുന്നു. കോങ്കോയിലെ ആഭ്യന്തര പ്രതിസന്ധി പരിഹരിക്കാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുമായി കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ കഴിഞ്ഞ ആഴ്ച അടിയന്തര യോഗം ചേർന്നിരുന്നു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. എന്നാൽ യോഗത്തിൽ കോങ്കോ പ്രസിഡന്റ് ഫെലിക്സ് ഷിസക്കേഡി പങ്കെടുത്തില്ല. കോങ്കോ പ്രസിഡന്റിന്റെ അസാന്നിധ്യം സമാധാന ചർച്ചകൾക്ക് മങ്ങലേൽപ്പിച്ചു. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനായി ഇരു രാജ്യങ്ങളുമായി കെനിയയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങൾ തുടരുമെന്നാണ് അറിയുന്നത്. അതിനിടെ കോങ്കോയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനും കിൻഷാസയിലുള്ള ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. 1000-ലേറെ ഇന്ത്യൻ പൗരന്മാർ കോങ്കോയിലുണ്ടെന്നാണ് വിവരം. ഇതോടൊപ്പം UN സമാധാന ദൗത്യസേനയുടെ ഭാഗമായുള്ള 1200-ഓളം ഇന്ത്യൻ സൈനികരും കോങ്കോയിലുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും പൗരന്മാരുടെ സുരക്ഷ മുൻനിർത്തിയുള്ള നടപടി സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഏകദേശം പശ്ചിമ യൂറോപ്പിന്റെ വലിപ്പമുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ പ്രകൃതി വിഭവങ്ങളാൽ ഏറെ സമ്പന്നമാണ്. വൻതോതിലുള്ള ധാതുസമ്പത്ത്, കൃഷിയോഗ്യമായ വിശാല ഭൂമി, ജൈവ വൈവിധ്യം, ലോകത്തിലെ രണ്ടാമത്തെ വലിയ മഴക്കാടുകൾ എന്നിവയുടെ പിൻബലമുള്ള ഭൂപ്രദേശമാണ് കോങ്കോ. 2021 രാജ്യത്തിന്റെ വരുമാനത്തിൽ 46% കയറ്റുമതിയുടെ 98.9% ഖനന മേഖലയിൽ നിന്നാണ്. ചെമ്പ്, വെള്ളി, യുറേനിയം, സിങ്ക്, വജ്രം, സ്വർണം തുടങ്ങി 50ഓളം ധാതു നിക്ഷേപങ്ങൾ കോങ്കോയിലുണ്ട്. ഇത്രയേറെ പ്രകൃതി സമ്പത്തും അനുകൂല സാഹചര്യവും ഉണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ 5 രാജ്യങ്ങളിലൊന്നാണ് കോങ്കോ. 2024 ലോകബാങ്ക് റിപ്പോർട്ട് പ്രകാരം കോങ്കോയിൽ 73.5% ജനങ്ങളുടെയും പ്രതിദിന വരുമാനം $2.15 താഴെയാണ്. ലോകത്ത് കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന 6-ൽ-1 കോങ്കോക്കാരനാണ്. മനുഷ്യ മൂലധന സൂചികയിൽ 174 രാജ്യങ്ങളിൽ 164 കോങ്കോയുടെ സ്ഥാനം. 1996-97 ഒന്നാം കോങ്കോ യുദ്ധം ആരംഭിച്ചതിന് ശേഷം തൊട്ടടുത്ത വർഷം വീണ്ടും യുദ്ധം ആരംഭിച്ചു. 1998 മുതൽ 2008 വരെ നീണ്ട യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും കൊടിയ സംഘർഷങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. റുവാണ്ടൻ വംശഹത്യയുടെ ഫലമായാണ് 1996 ആദ്യ യുദ്ധമുണ്ടായത്. നീണ്ടകാലമായി തുടരുന്ന യുദ്ധം കാരണം രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടു. ദാരിദ്ര്യം, അടിസ്ഥാനപരമായി ഭരണതലത്തിൽ വരുത്തേണ്ട പുരോഗമനപരമായ മാറ്റങ്ങൾ, ഏറ്റവും പരിതാപകരമായ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങൾ ഇവയെല്ലാം കോങ്കോയെ അടിമുടി ദുരിതത്തിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.